ഇത് തന്നെ പറയും. അത് വേറെ PP ചിത്രരഞ്ജൻ MLA പറഞ്ഞത് കേന്ദ്രം ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾ പറയുന്നത് മണൽ ഖനനം വേണ്ട, അത് പറഞ്ഞ് ഞങ്ങൾ പോരും. ഞങ്ങൾക്ക് പറയാനുള്ള മുഖത്തേക്ക് പറയും. അത് ഞങ്ങൾ പ്രധാനമന്ത്രി ആയാലും ഇനി ഇതുമായി ബന്ധപ്പെട്ട പിന്നെ ഖനനത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയായാലും ഫിഷറീസ് മന്ത്രിയായാലും ഏത് മന്ത്രിമാർ വിളിച്ചാലും മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിലും ആൻഡമാൻ നിക്കോബാറിലും ഗുജറാത്തിലും ഒരേ നിലപാടാണ്. കടലിലുള്ള ഖനനം വേണ്ട. അത് നടത്തിയ രാജ്യങ്ങളെല്ലാം ഇതിന് പാഠം പഠിച്ചിരിക്കുകയാണ്. പിന്നെ ഐക്യരാഷ്ട്രസഭ ഇത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. മണൽ ഖനനം ഉപേക്ഷിക്കണമെന്ന്. ഇന്തോനേഷ്യയാണ് ലോകത്തിൽ ആദ്യമായി മണൽ ഖനനം നടത്തിയ രാജ്യം. ആ രാജ്യം നിർത്തി, ഉപേക്ഷിച്ചു. അവിടെയാണ് സുനാമി ഉണ്ടായത്. ഈ എവിടെയൊക്കെ ചൈനയിൽ ഇതേപോലെ ഖനനം നടത്തി അവർ പിന്നീട് വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ ദുരന്തഫലം അനുഭവിച്ചു. ഇനി നടന്ന 6 രാജ്യങ്ങളാണ് ലോകത്ത് നടത്തിയത്. 6 രാജ്യങ്ങളും ഇതിന് ദുരന്തം അനുഭവിച്ചു, എല്ലാവരും നിർത്തിവെച്ചു. അപ്പോഴാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് ചങ്ങാത്ത മുതലാളിമാർക്ക് വേണ്ടി, സ്വന്തം മുതലാളിമാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ബ്ലൂ എക്കണോമിയിലെ ഈ ഒരു ആശയം. ആ ആശയം പിന്നെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച് ഒരു ജനതയെ അവരുടെ ജീവിതം ഇല്ലാതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കില്ല. അതിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്ത് ഭവിഷ്യത്തും ഞങ്ങൾ നേരിടും. അത് ജീവൻ നൽകിയിട്ടായാലും ഞങ്ങളിതിനെ എതിർക്കും. ഒരാവശ്യമുണ്ട്.